ചരിത്രത്തിൽ ആദ്യമായി തലശ്ശേരി അതിരൂപത ദിവ്യകാരുണ്യ കോൺഗ്രസ് ചിറ്റാരിക്കാലിൽ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മോടൊപ്പം ചേരുന്നത് ദിവ്യകാരുണ്യ കോൺഗ്രസ്സിന് മാറ്റുകൂട്ടുവാൻ ബഹുമാനപ്പെട്ട ഡാനിയൽ പൂവർണ്ണത്തിലച്ഛനാണ്. അച്ഛൻ നമ്മോട് സംസാരിക്കും. അച്ഛാ, ഈ ഒരു ദിവ്യകാരുണ്യ കോൺഗ്രസ് ഈ വിശ്വാസികൾക്ക് എങ്ങനെ ഒരു ദൈവാനുഭവത്തിലേക്ക് അച്ഛൻ്റെ വചനപ്രഘോഷണം നടക്കുന്നു? നിരവധിയായ ശുശ്രൂഷകൾ എങ്ങനെയാണ് ഇവിടുത്തെ ഈ വചനപ്രഘോഷണം മുന്നോട്ട് പോകുന്നത്? നമ്മൾ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ ഭക്ഷിക്കാനും പാനം ചെയ്യാനും ഭാഗ്യം കിട്ടിയ ഒരു ജനത എന്ന നിലയിൽ ദിവ്യകാരുണ്യത്തിൻ്റെ പ്രാധാന്യത്തെ തിരിച്ചറിയുന്ന ഒരു സമൂഹമാണ്. എങ്കിലും ലോകമാസകലമുള്ള വിശ്വാസികളുടെ ഇടയിൽ എന്നതുപോലെ തന്നെ പരിശുദ്ധ കുർബാനയിലുള്ള യേശുവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള വേണ്ടത്ര അവബോധത്തിൻ്റെ അഭാവം, അതുപോലെ തന്നെ കാഴ്ചപ്പാടുകളുടെ പോരായ്മയൊക്കെ നമ്മുടെ സമൂഹത്തെയും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സന്ദർഭം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ദൈവജനത്തെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തി പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തി വർദ്ധിപ്പിച്ച് വിശുദ്ധ കുർബാനയുടെ ഗൗരവവും വിലയും തിരിച്ചറിയാൻ ദൈവജനത്തെ ഒരുക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരാവശ്യമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അത്തരം ഒരു കാഴ്ചപ്പാടിലാവണം തലശ്ശേരി രൂപത ഇപ്രകാരം ഒരു ദിവ്യകാരുണ്യ കോൺഗ്രസ് ക്രമീകരിച്ചത്. ആദ്യന്തം കർത്താവിൻ്റെ സാന്നിധ്യം പ്രകടമാണ്. ജനങ്ങൾ, വിശ്വാസികൾ ഈ ഒരു ശുശ്രൂഷയെ, ദിവ്യകാരുണ്യത്തെ സംബന്ധിക്കുന്ന പ്രബോധനങ്ങളെ വളരെ ആത്മാർത്ഥമായി ആഴമായിട്ടാണ് സ്വീകരിക്കുന്നത്. അത് ജനത്തിനിടയിൽ വലിയ ഒരു വിശ്വാസത്തിൻ്റെ വളർച്ച ഉണ്ടാക്കും. അതുകൊണ്ട് ഞാൻ അതിനെ കാണുന്നത് ഒരു വലിയ നവീകരണത്തിലേക്കും ഒരു ആഴമായ വിശ്വാസത്തിലേക്കും ദൈവജനത്തെ നയിക്കുന്ന ഒരു ശുശ്രൂഷയായിട്ടാണ് ഇത് കാണുന്നത്. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ദിവ്യകാരുണ്യ കോൺഗ്രസ്സുകൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.